അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സമയം 9 മണി കഴിഞ്ഞ് 22 മിനിറ്റ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തിരുവനന്തപുരത്ത് മണലി കിൻഡർ ഗാർഡനിലെ വിനോദയാത്രയിൽ അധ്യാപികയ്ക്കും ആയയ്ക്കും ഗുരുതര വീഴ്ചയെന്ന് രക്ഷിതാക്കളുടെ പരാതി. വാഹനം അപകടത്തിൽപ്പെട്ടപ്പോൾ പരിക്കേറ്റ വിദ്യാർത്ഥികൾക്ക് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കിയില്ലെന്നും ഉച്ചഭക്ഷണം പോലും ഉറപ്പാക്കിയില്ലെന്നും പരാതിയുണ്ട്. യാത്രാമധ്യയാണ് അധ്യാപകർ യാത്രയ്ക്കൊപ്പം ചേർന്നതെന്നും മുഖ്യമന്ത്രിക്കും ബാലാവകാശ കമ്മീഷനും നൽകിയ പരാതിയിൽ പറയുന്നു. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലെ വിനോദയാത്രയ്ക്ക് വകുപ്പാണ് ഫണ്ട് നൽകിയത്. പ്രതികരണമുണ്ട്, കേൾക്കാം. വന്ന സമയത്ത് ഒരു ടീച്ചർ പാളയത്ത് ഇറങ്ങിയായിരുന്നു. പിന്നെ ആയ എവിടെയാണ് ഇറങ്ങിയെന്ന് നമ്മൾ കണ്ടില്ല, ഞാൻ കണ്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോയ സമയത്ത് പെറുക്കടയ്ക്കും കവടിയാറിനും ഇടയ്ക്ക് വെച്ചാണ് ഈ സംഭവം. ബസ്സിന് വേറൊരു വണ്ടി സൈഡ് കൊടുത്തതാണ്. അപ്പോൾ ബ്രേക്ക് പൂർണ്ണങ്ങ് ചവിട്ടിയപ്പോൾ കൊച്ചുങ്ങൾ മൊത്തം അങ്ങ് വീഴുന്നു. ഒരു കുട്ടിയുടെ തല ഇടിച്ചിട്ടുണ്ട്. അത് കുട്ടി ഇപ്പം വയ്യാത്തതുകൊണ്ട് അത് ഇപ്പം സ്കൂളിൽ വരണില്ല. പിന്നെ ഇവർക്ക് നെറ്റിയിൽ ഇവിടെ ഇങ്ങനെ ഇടിച്ചിട്ടുണ്ട്. കയ്യിൽ ഒരു ഇതുണ്ട്, ചതവുണ്ട്. അരുൺ സോളമനുണ്ട്. അരുൺ സോളമൻ, ഇതൊരു രീതിയാണ് കേട്ടോ. ചില സ്കൂളുകളിലൊക്കെ ഇങ്ങനൊരു പരിപാടിയുണ്ട്. അതായത് നിങ്ങൾ അവിടുന്ന് വരുമ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കയറിക്കോളാം എന്നാണ് ടീച്ചർമാർ പറയുക, വീട്ടിൽ നിന്ന് വരാനുള്ള സൗകര്യത്തിന് വേണ്ടി. പക്ഷേ ഇത് നോക്കൂ, പട്ടികവർഗ വിഭാഗം നടത്തുന്ന വകുപ്പ് നടത്തുന്ന അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പട്ടികവർഗ വിഭാഗ വകുപ്പ് തന്നെ പൈസ മുടക്കി നടത്തുന്ന ഒരു യാത്രയാണ്, പഠനയാത്രയാണ്. ഇത് കൊച്ചുകുട്ടികളാണ്. ആ കൊച്ചുകുട്ടികളെ യാത്രയുടെ തുടക്കം മുതൽ അവസാനം വരെ വീട്ടിലെത്തിച്ച് അവരെ സുരക്ഷിതരായി കൈമാറുന്നതിലൂടെ അധ്യാപികയുടെയും ആയുടെയും സാന്നിധ്യം വേണ്ടതല്ലേ? ഗുരുതരമായ വീഴ്ചയല്ലേ ഇതിൽ സംഭവിച്ചിരിക്കുന്നത്? ഈ വണ്ടി അപകടത്തിൽപ്പെട്ടതുകൊണ്ട് ഇപ്പം 4 പേർ അറിഞ്ഞു. എന്തായാലും വലിയ അപകടം ഉണ്ടായില്ല, വലിയ പരിക്കുണ്ടായില്ല എന്നത് ആശ്വാസകരമാണ്. എങ്കിൽ കൂടി ഗുരുതരമായ വീഴ്ചയല്ലേ അരുൺ സോളമൻ? അതുകൊണ്ട് ഒരു സംശയവും വേണ്ട. ഇത് ഈ പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന മണലി കിൻഡർ ഗാർഡനിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഇവിടെ 33 കുട്ടികളുണ്ട്. ഇതിൽ 16 കുട്ടികളാണ് ഇക്കഴിഞ്ഞ ജനുവരി മാസം അവസാന ദിവസം തിരുവനന്തപുരത്തെ ചില വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കാണിക്കാനായിട്ട് അധ്യാപിക സീനയും അതുപോലെ തന്നെ ആയ കൂടിയിട്ടുള്ള ശാലിനിയും തീരുമാനിച്ചത്. ഇതിൽ വകുപ്പ് 15,000 രൂപ ഫണ്ട് നൽകിയിരുന്നു. ഇവർ തിരുവനന്തപുരത്ത് നിന്നാണ് ഈ വാഹനത്തിൽ കയറിയെന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുരുതരമായിട്ടുള്ള വീഴ്ച. എന്നും പഠിപ്പിക്കാനായിട്ട് ഈ അധ്യാപികയും ആയയും ഈ മണലി കിൻഡർ ഗാർഡനിൽ പോകുന്നവരാണ്. പക്ഷേ വിനോദസഞ്ചാര ഈ ദിവസം, ഇത് കുട്ടികളെ കാണിപ്പിക്കുന്ന ഈ ദിവസം ഈ കുട്ടികളെ കൊണ്ടുവന്നത് കുറച്ച് രക്ഷകർത്താക്കളുടെ നേതൃത്വത്തിൽ മാത്രമാണ്. അവിടെ നിന്നൊരു ടെമ്പോയിൽ കയറ്റി 16 വിദ്യാർത്ഥികളെ മാത്രമാണ് തിരുവനന്തപുരത്തെ ഈ വേളി, ശംഖുമുഖം, കോവളം അടക്കമുള്ള സ്ഥലങ്ങൾ സന്ദർശിപ്പിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കുട്ടികൾക്ക് ആകെ നൽകിയത് ആ ദിവസം ചായയും ബിസ്ക്കറ്റും മാത്രമാണ്. ഉച്ചഭക്ഷണം പോലും നൽകിയില്ല എന്നുള്ളതാണ് പല രക്ഷകർത്താക്കളും നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ വൈകുന്നേരം ഈ എല്ലാം കണ്ട് അവസാനം ശംഖുമുഖവും കാണിച്ചതിന് ശേഷം തിരിച്ച് ഈ അധ്യാപികയും ആയയും ഇവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നു. ഈ 3-4 രക്ഷകർത്താക്കളുടെ സ്ഥാനത്തിലാണ് തിരിച്ച് മണലിലേക്ക് ഇവർ യാത്ര തിരിച്ചത്. അന്നേ ദിവസം വൈകുന്നേരം 4 മണിക്ക് കവടിയാർ എത്തുമ്പോഴാണ് ഈ വാഹനം അപകടത്തിൽപ്പെടുന്നത്. ഈ വാഹനത്തിലുണ്ടായിരുന്ന കുട്ടികൾ ഈ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ചെയ്യുമ്പോഴായിരുന്നു ഈ സീറ്റുകളിൽ നിന്ന് താഴെ വീഴുന്നത്. ഇതിൽ 3 കുട്ടികൾക്ക് തലയ്ക്ക് പരിക്കേറ്റു. ഇവരെ ആദ്യം നെടുമങ്ങാടും പിന്നീട് വിതുര ആശുപത്രികളിലാണ് മാറ്റിയത്. വിതുരയിൽ നിന്ന് ഇവരെ SCH റെഫർ ചെയ്തു. പക്ഷേ ഇവിടെ അധ്യാപിക സീനയും അതുപോലെ ITDPയിലെ അധികൃതരും ഇടപെട്ട് ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ട സാഹചര്യമില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ വിദഗ്ധ ചികിത്സ പോലും നിഷേധിച്ചിരിക്കുകയാണ്. നിലവിൽ ആദിവാസി മഹാസഭയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും ശിശുക്ഷേമ വകുപ്പിലും ഒക്കെ പരാതി നൽകിയിരിക്കുന്നു. 3-4 വയസ്സുള്ള പിഞ്ചു കുഞ്ഞുങ്ങളാണ്. അവരോട് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു അനീതി അധ്യാപികയും ആയുടെ തലയ്ക്കാണ് പരിക്കേറ്റത്. വലിയ ഗുരുതരമായ പരിക്കല്ല എന്നത് മാത്രമാണ് അതിനകത്ത് ആശ്വാസം. അരുൺ, ഇപ്പോൾ നമുക്കിപ്പം മോഹൻ ചേരുന്നുണ്ട്. ആദിവാസി മഹാസഭ സംസ്ഥാന അധ്യക്ഷനാണ്. നമസ്കാരം ശ്രീ മോഹൻ. ഇപ്പോൾ ITDPയിലെ ഈ കുട്ടികളെ കൊണ്ട് പോകുന്ന സമയത്ത് അധ്യാപകരും ആയമാരും ഒക്കെ കൂടെ ഉണ്ടാവേണ്ടതല്ലേ? ഈ വാഹനം അപകടത്തിൽപ്പെട്ടു, അവരാണെങ്കിൽ ആകെ പരിഭ്രമിച്ചു നിൽക്കുന്ന സാഹചര്യവും. കൊച്ചു കുട്ടികളല്ലേ, അതും പട്ടികവർഗ വികസന വകുപ്പിൽ നിന്ന് കൊടുക്കുന്ന സാമ്പത്തിക സഹായം ഉപയോഗിച്ച് നടത്തുന്ന ടൂറാണ്. വലിയ അവഗണനയുണ്ടോ ചിലപ്പോഴെങ്കിലും ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ശ്രീ മോഹൻ? തീർച്ചയായിട്ടും വലിയൊരു അവഗണനയാണ് ചെയ്തിരിക്കുന്നത്. കാരണം അവിടെ നിന്ന് ഈ ഉൾവനത്തിൽ കഴിയുന്ന ആളുകളാണ് ഈ കുട്ടികളുടെയും കുട്ടികളുടെ രക്ഷാകർത്താക്കളും ഒക്കെ. ഇവരെ അവിടുന്ന് ടൂർ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞിട്ട് രാവിലെ സ്കൂളിൽ വന്നപ്പോൾ ടീച്ചറുമില്ല, ആയയും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു അവിടെ കണ്ടത്. വളരെ തുച്ഛമായിട്ടുള്ള പാവപ്പെട്ട രക്ഷിതാക്കളാണ് കുട്ടികളെയും കൊണ്ട് ടൂർ തുടങ്ങുമ്പോൾ പോലും ഈ അധ്യാപിക അവിടെ ഇല്ല അല്ലേ? ടൂർ തുടങ്ങുമ്പോഴും ഇല്ല, അവസാനവും ഇല്ല. 2 സമയത്തും ഈ അധ്യാപകയെ അതിനകത്ത് വന്നിട്ടില്ല. ഗുരുതരമായ വീഴ്ചയാണ് അവർ വരുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവരെ മാറ്റി നിർത്തി അന്വേഷണം നടത്തി ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു ആവശ്യം എന്ന് പറയുന്നത്. ആദിവാസി മഹാസഭയെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നഗരത്തിലൊന്നും വലിയ ടൂർ വന്നോ ഇതേപോലെ ഒന്നും വലിയ പരിചയമില്ലാത്ത രക്ഷിതാക്കളും ഉണ്ടാവില്ലേ ആ കൂട്ടത്തിൽ?
നഗരത്തിലല്ല, അവർ ഇതിരെ ടൗണിൽ പോലും വരുന്ന ആളുകൾ വളരെ ചുരുക്കമാണ്. ടൗണുമായി യാതൊരു ബന്ധവുമില്ലാത്ത പാവപ്പെട്ട ആളുകളാണ് അവർ പോയിരുന്നത്. അവർ സംരക്ഷിക്കുന്നതിന് ആരുമില്ലായിരുന്നു. വണ്ടി ബ്രേക്ക് ചെയ്ത് രക്ഷിതാക്കളും കുട്ടികളും ഉൾപ്പെടെ ഈ വണ്ടിക്കകത്ത് വീഴുകയും അവർക്ക് മുറിവ് സംഭവിച്ചപ്പോഴും ആരും തന്നെ ഇല്ലായിരുന്നു. പിറ്റേന്ന് അത് തന്നെ വിതിര ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് 3 വരെ SIT കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് പിറ്റേന്ന് ഈ ആയും ടീച്ചറൊക്കെ ഇടപെട്ട് കൊണ്ടുപോകാതിരിക്കാനുള്ള സംവിധാനങ്ങളാണ് ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞത്. തീർച്ചയായിട്ടും ഈ കിൻഡർ ഗാർഡൻ പ്രവർത്തിക്കുന്നതേ നമ്മുടെ ട്രൈബൽ വകുപ്പിന്റെ സാമ്പത്തിക സഹായത്തോടു കൂടിയല്ലേ? ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. മണലിലാണ്. അവിടുത്തെ ജനങ്ങൾക്ക് ഒരുപാട് ഈ വിഷയത്തെ കുറിച്ച് പറയാനുണ്ട്. അവിടെ നടക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് അവിടെ ഈ ടീച്ചറുമായും അവിടെ വലിയ പ്രശ്നക്കാരെന്നാണ് അവിടുത്തെ ജനങ്ങൾ തന്നെ പറയുന്നത്. ശരിക്കും റിപ്പോർട്ടർ ചാനൽ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ആ ജനങ്ങളെ നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. തീർച്ചയായിട്ടും അത് നമുക്ക് കേൾക്കാം. ശ്രീ മോഹൻ, താങ്ക് യു. ശ്രീ മോഹൻ പറഞ്ഞതുപോലെ അന്വേഷണം ഉണ്ടാവണം. അവരെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ അന്വേഷണം ഉണ്ടാവണം. ആ കാണിച്ചത് അങ്ങേയറ്റത്തെ അനാസ്ഥയാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പ്രേക്ഷകർക്ക് തോന്നില്ലേ? ഈ കുട്ടികളെ ടൂർ കൊണ്ടുപോകാൻ വേണ്ടി വരുമ്പോൾ അത് കോളേജ് പിള്ളേരൊന്നുമല്ല, കൊച്ചു പിള്ളേർ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണെന്നേ. ആ കുട്ടികളെയും കൊണ്ട് ടൂർ പോകാൻ വേണ്ടിയിട്ട് വരുന്നു. രക്ഷിതാക്കളെ പറഞ്ഞേൽപ്പിക്കുക, നിങ്ങളങ്ങ് കയറി വന്നാൽ മതി, ഞങ്ങൾ വീട്ടിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി നിന്നോളാം എന്നുള്ളതാണ്. പലയിടങ്ങളിലും ഉണ്ടല്ലോ ഈ ചില അധ്യാപകന്മാരും ഇത് ഈ പരിപാടി കാണിക്കും. എന്താണ് സൗകര്യത്തിന് വേണ്ടിയിട്ട് വണ്ടി വരുമ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കയറാം. അങ്ങനല്ലല്ലോ, അവരെ അക്കമ്പനി ചെയ്യണ്ടേ? ഈ രക്ഷിതാക്കൾക്ക് എന്തറിയാം? പല രക്ഷിതാക്കളും ഇതേപോലെ നഗരത്തിലൊന്നും ഇതേപോലെ ടൂറൊന്നും നടത്തി പരിചയമുള്ളവരാവണമെന്നില്ല. സാധാരണക്കാരായ മനുഷ്യരാണ്. അപ്പോൾ ഈ ആയെയും അധ്യാപികയും ചെയ്തത് അങ്ങേയറ്റത്തെ അനാസ്ഥയാണ്. അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു അന്വേഷണം ഉണ്ടാവുക എന്നുള്ളത് മാത്രമാണ്. നീതിയുക്തമായ രീതിയിൽ അന്വേഷണം വേണം. ഈ കുട്ടികൾക്ക് വേറെ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ആര് സമാധാനം പറയും? തലയ്ക്ക് പരിക്കേറ്റു, ഉത്തരവാദിത്വം ആര് വഹിക്കും? അപകടമാണ്, അതെപ്പോഴെങ്കിലും സംഭവിക്കാം. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട ഒരു അധ്യാപിക അവിടെ വേണ്ടേ? ഈ പാവപ്പെട്ട രക്ഷിതാക്കളെ കയ്യിൽ ഈ കുട്ടികളെ കൊടുത്തേക്കുകയാണോ ചെയ്യുന്നത്? ഈ ചില ടൂറുകളൊക്കെ നമ്മൾ നടത്തുന്ന കാണുന്നില്ലേ, ഓരോ സമയത്തും അധ്യാപകരുടെ അത്രമേൽ സൂപ്പർവിഷൻ ഉണ്ടാകും. ചിലയിടങ്ങളിൽ അങ്ങനെയല്ല. ചില അധ്യാപകന്മാരും ടൂർ പോകുന്ന സ്ഥലം നമ്മുടെ വീടിൻ്റെ അടുത്താണെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഏറിക്കൊള്ളാം എന്ന് പറയും. ആ ഏർപ്പാട് ശരിയല്ല. എന്തായാലും അന്വേഷണം ഉണ്ടാവണം. തീർച്ചയായിട്ടും മോഹൻ പറഞ്ഞതുപോലെ. താങ്ക് യു അരുൺ സോളമൻ ആ വാർത്ത പുറത്തെത്തിച്ചതിന്.